നമുക്ക് ആദർശിന്റെയും നയനയുടെയും നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന നാഗേന്ദ്രനാണെങ്കിൽ വല്ലാത്ത വിഷമത്തോട് കൂടിയിട്ടാണ് ഡേവിഡിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഒത്തിരി അധികം പ്രതീക്ഷയോട് കൂടിയിട്ടാ ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷെ എല്ലാം ഒരു നിമിഷം കൊണ്ട് തട്ടിയെറിഞ്ഞു. ഈ പറയുന്ന മൂർത്തിയെക്കാളും വിഷമാടോ ആദർശുണ്ടല്ലോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂർത്തിയെക്കാളും ഒരു പടി ഉയർന്നു നിൽക്കും ആദർശ്. അവൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടുതൽ വിഷമായത്. അത് നമ്മൾ ചിന്തിക്കേണ്ടതായിരുന്നു പറഞ്ഞു. ഡേവിഡ് പറഞ്ഞു, അല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റുമെന്നോ? അത്ര എളുപ്പത്തിൽ തകർക്കാനായിട്ട് പറ്റില്ല, അറിയാലോ. ഈ പറയുന്ന ആദർശ് അവൻ്റെ കഴിവ് അത് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിരിക്കുന്ന. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു ഉയരത്തെഴുന്നേൽപ്പ് അത്ര പെട്ടെന്നൊന്നും ഏൺ ജ്വല്ലറിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയോ? ഈ പറയുന്ന അനന്തമൂർത്തി തൻ്റെ മക്കൾക്ക് ആ സ്ഥാനം കൊടുക്കാതെ MD സ്ഥാനത്തേക്ക് ആദർശനെ കൊണ്ടുവന്നേ അവൻ അത്ര കഴിവുള്ളതുകൊണ്ട് അറിയാവുന്നതുകൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഡേവിഡ് പറഞ്ഞു, എന്നാലും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലോ സാറേ, നമ്മൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ അടി കിട്ടുമെന്ന് ഒരിക്കലും ചിന്തിച്ചില്ലല്ലോ. അതെ, ഇനി എങ്ങനെ പോകണം എന്ത് പോകണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം എൻ്റെ മോൾ അവന്തിക ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. അവളിൽ നല്ല വിശ്വാസമുണ്ട് അനന്തമൂർത്തിക്ക്. ആ വിശ്വാസം എന്താണെങ്കിലും അവളും മുതലെടുക്കുമെന്ന് പറഞ്ഞു. അനിയുമായിട്ടുള്ള വിവാഹം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കൈപ്പിടിയിലായിരിക്കും കാര്യങ്ങളൊക്കെ ഒതുങ്ങുന്നത്. പിന്നെ എന്ത് ചെയ്യണമെന്ന് ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. ഡേവിഡ് പറഞ്ഞു, എത്രയും പെട്ടെന്ന് അങ്ങനെയാണെങ്കിൽ അതിലുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അതെ, അനന്തമൂർത്തി എന്നെ വെല്ലുവിളിച്ചിട്ട് പറഞ്ഞ എന്താണെന്നറിയാവോ? അനി അവന്തിയുമായിട്ടുള്ള കല്യാണം അത് നടക്കും, പക്ഷെ ആ സമയത്ത് ഞാനിവിടെ ഉണ്ടാവരുതെന്നാ. ഇനിയിപ്പോൾ എൻ്റെ മോളുടെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നിന്ന് മാറി നിന്നാലും അത് നടക്കണം ഡേവിഡെ. അത് നടന്നു കഴിഞ്ഞിട്ട് വേണം ഈ പറയുന്ന അനന്തമൂർത്തിയൊക്കെ അറിയാനായിട്ട് അവന്തിയെ ഞാനും തമ്മിലുള്ള ആ അത്ര വലിയ ആത്മബന്ധത്തെക്കുറിച്ച്. അബിയെപ്പോലെ ഒന്നുമല്ല അവന്തിയെ എനിക്ക് എന്ന് അപ്പോഴാണ് ശരിക്കും അയാൾ അറിയാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഡേവിഡ് പറഞ്ഞു, അല്ല ഇനിയിപ്പം ഈ പറയുന്ന ആദർശനെ അനന്തമൂർത്തി വീട്ടിലേക്കേനും വിളിക്കുമോ? അതിന് ചാൻസ് കുറവാണ്. പിന്നെ പറയാൻ പറ്റില്ല അനന്തമൂർത്തിയുടെ സ്വഭാവം ആയതുകൊണ്ട്. ഇനി ആദർശനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിരിക്കുകയല്ലേ, അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ കയറ്റാൻ വഴിയില്ല. പിന്നെ ഇനി ആ വീട്ടിലുള്ളവരുടെ പ്രഷർ കാരണം തിരിച്ച് വിളിക്കുമോയെന്ന് അറിയത്തില്ല. അങ്ങനെ തിരികെ അവൻ കയറിയിട്ടുണ്ടെങ്കിൽ അത് അപകടമാണെന്ന് പറഞ്ഞു. ഒരുപക്ഷെ അനിയുടെ MD സ്ഥാനം വരെ പോകാനായിട്ട് അത് കാരണമായി തീരുമെന്ന് പറഞ്ഞു. അതിനു മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ നീക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ നാഗേന്ദ്രൻ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് അബിയുടെ അടുത്തേക്ക് അവന്തിക ചെന്നു. അവന്തിക എന്നിട്ട് അബിയോട് പറഞ്ഞു, അബിയേട്ടാ എനിക്കാണ് എന്ത് ചെയ്യണമെന്നറിയില്ല. അനിയാണെങ്കിൽ ഇതുവരെയായിട്ടും കല്യാണത്തിന് സമ്മതിച്ചിട്ട് പോലുമില്ല. എടി അതിന് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താണെങ്കിലും മുത്തശ്ശനോട് തീരുമാനം എടുത്ത് അതിനൊരു മാറ്റം വരാൻ പോകുന്നില്ല. അതാണ് ഏക പ്രതീക്ഷ. എങ്ങനെ ഈ കല്യാണം നടക്കണം എന്ന് അച്ഛൻ പറയുന്നത്. ഈ കല്യാണം നടന്നാൽ മാത്രമേ അനന്തപുരിയിൽ അച്ഛനൊരു പിടിയുണ്ടാവുള്ളെന്ന് അബി പറഞ്ഞു. അത് ശരിയാ, അല്ലെങ്കിലും ഇപ്പൊ ഏൻ ജ്വല്ലറിയുടെ തകർച്ചയല്ലേ. ഏൻ ജ്വല്ലറിയുടെ തകർച്ച അബിയേട്ടൻ മിണ്ടരുത്. അബിയേട്ടനും ഇതിനകത്ത് നല്ല പങ്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ അബിയേട്ടന്റെ ഈ പെണ്ണുങ്ങളുടെ പിന്നാലുള്ള പോക്കുണ്ടല്ലോ, ആ മാളവിക എന്ന് പറയുന്നവൾ അത്രയ്ക്ക് വിശ്വസിച്ച അബിയേട്ടന്. അതാണ് അബിയേട്ടന് പറ്റിയ തെറ്റ്. നാണമുണ്ടോ? ഇത്രയൊക്കെയായിട്ടും പഠിച്ചില്ലേ? ഇത് കേട്ടതും അബി പറഞ്ഞു, ഇടി നിനക്കറിയാലോ എൻ്റെ കാര്യം എന്താന്ന്. എനിക്ക് നവ്യയെ ഇഷ്ടമില്ല. അവളെ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന് കരുതി ഇരിക്കുക ഞാൻ. ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെണ്ണല്ല അവള്. അതെ, ഇപ്പം ചിന്തിച്ചിട്ട് കാര്യമില്ല, നേരത്തെ ചിന്തിക്കണമായിരുന്നു. എടി അവളെ എങ്ങനെയെങ്കിലും ഒന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിത്താ. എനിക്ക് മാളവിയോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അവൾ പക്ഷെ ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അവളിങ്ങനെ ഒരു ചതി, അതും ഇത്ര പെട്ടെന്ന് എന്നോട് ചെയ്യുന്ന ഞാൻ കരുതിയത് അവൾക്ക് എന്നോട് ഇഷ്ടമായിരിക്കുന്ന. പിന്നെ ഇഷ്ടം, അവൾ ഭയങ്കര ബുദ്ധിമതിയായ പെണ്ണായിരുന്നു. അതുകൊണ്ടാണല്ലോ വളരെ നൈസായിട്ട് അബിയേട്ടനെ കയ്യിലെടുത്തേ. അതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാതെ പോയല്ലോ. ഇതുകൊണ്ടാണ് അച്ഛൻ പറയണേ അബിയേട്ടന് ഒരു സ്ഥാനത്തിരിക്കാനുള്ള യോഗ്യതയില്ലെന്ന്. കാരണം ഈ പെണ്ണുങ്ങളുടെ പിന്നാലെ പോകുന്ന സ്വഭാവം അതൊന്നും ഒരിക്കലും ശരിയല്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അബിക്ക് ഞെട്ടലായി. പണി പാടുവോ? ഇനിയിപ്പോൾ ഏൻ ജോലിയുടെ സ്ഥാനമാനങ്ങളെങ്ങാനും ഇവൾക്ക് കൊടുക്കുവോ എന്നൊരു ചിന്ത വന്നു. പക്ഷെ അനിയുമായിട്ടുള്ള കല്യാണം നടക്കുവാണെങ്കിൽ താൻ രക്ഷപ്പെട്ടു. എങ്ങനെയെങ്കിലും ആ കല്യാണം നടന്നാൽ മതിയായിരുന്നു. പിന്നീട് അവന്തിയെ സമാധാനിപ്പിക്കുന്നുണ്ട്, നീ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞിട്ട്. ഇതേസമയം ദേവേനും ജയനും അജയനും കൂടെ ആദർശൻ നയനയുടെ അടുത്തേക്ക് പോവാണ്. അപ്പം വിജയം ഒന്ന് ആഘോഷിക്കണമല്ലോ. നയനയ്ക്ക് കിട്ടിയ വിജയം ശരിക്കും പറഞ്ഞാൽ നയന കാരണമാണ് ഇപ്പം മൂർത്തി ജ്വല്ലറി ഒന്നാമത് എത്തി നിൽക്കുന്നത്. ആ ഡിസൈൻ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് നയനയ്ക്കായിരുന്നു. അത് ഊണോ ഉറക്കോ ഇല്ലാതെ രാത്രി മൊത്തം ഇരുന്ന് വരച്ചെല്ലാം കൃത്യതയോടുകൂടി സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശസ്തി കിട്ടിയതും മൂർത്തി ജ്വല്ലറി ഒന്നാമത് എത്തിയതും. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം വീട്ടിലേക്ക് അവരെ വിളിക്കില്ല എന്ന് അറിയാം ഈ പറയുന്ന ദേവയാനിക്കും ജയനും അജയനും ഒക്കെ. കാരണം അച്ഛനത് പറഞ്ഞു കഴിഞ്ഞു.
അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ പോയി ആഘോഷിക്കണമല്ലോ, അതിനവർ കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അങ്ങനെ ആദർശിൻ്റെ നയനയും കാണുകയാണ്. പിന്നീട് അവരോട് സംസാരിക്കുന്ന സമയത്ത് ദേവേനി പറഞ്ഞു, അച്ഛനോട് ഞങ്ങൾ പറഞ്ഞതാ അച്ഛാ ഈ വിജയം ഒന്ന് ആഘോഷിക്കണമെന്ന്, പക്ഷെ നിങ്ങളെ വിളിക്കാനായിട്ട് തയ്യാറായില്ല. എന്ത് ചെയ്യാൻ പറ്റും, അച്ഛൻ്റെ സ്വഭാവത്തിൽ ഇപ്പോഴൊരു മാറ്റമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടത് നയന ആദർശനെ നോക്കി ചിരിച്ചു. തൽക്കാലത്തേക്ക് ആരും അറിയണ്ട, എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ, അങ്ങോട്ടേക്ക് നാളെ ചെല്ലുന്നേ. പൂജയെ കഴിഞ്ഞ് കഴിയുമ്പത്തേനും അങ്ങോട്ട് ചെല്ലാനായിട്ടാണ് മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നയനെ ആദർശം അത് പറഞ്ഞില്ല. ജയനും അജയനും ഒക്കെ ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു. അജയൻ പറഞ്ഞു, എൻ്റെ മോൻ്റെ കഴിവ് കൊണ്ടൊന്നുമല്ല മൂർത്തി ജ്വല്ലറി ഇപ്പോൾ ഒന്നാമത് എത്തിയിരിക്കുന്നത്, അത് നിങ്ങളുടെ രണ്ടുപേരുടെയും കഴിവ് കൊണ്ടാണ്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അച്ഛന് മാത്രം അത് മനസ്സിലാക്കാത്തേ. എത്ര വലിയ കാര്യമാണെങ്കിലും അച്ഛനത് കണ്ടുപിടിക്കുന്ന, പക്ഷെ ഇതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, മുത്തശ്ശൻ പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യം. എം ഡി കസാരയ്ക്ക് അതിൻ്റെതായ വിലയുണ്ട്. ഇപ്പം മൂർത്തി ജ്വല്ലറിക്ക് ഒരു ഇതുണ്ടായിട്ടുണ്ടെങ്കിൽ, ഉയർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ എം ഡി കസാരയിൽ ഇരിക്കുന്ന ആളുടെ ക്രെഡിറ്റ് കൊണ്ടാണെന്നാ പറയത്തുള്ളൂ. അത് അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഒടുവിൽ കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിക്കുന്ന സമയത്ത് ദേവേനി പറഞ്ഞു, മോളെ എനിക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകണമെന്നുണ്ട്, പക്ഷെ അച്ഛനും അമ്മയും സമ്മതിക്കാത്തതുകൊണ്ടാ. അമ്മയ്ക്ക് നല്ല വിഷമമൊക്കെ ഉണ്ട്, പക്ഷെ അച്ഛൻ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. പിന്നെ നാളെ എന്തോ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും കൂടെ സന്തോഷത്തോട് കൂടിയിട്ട് ആ പൂജയെ പങ്കെടുക്കണ്ടല്ലേ. നിങ്ങളോട് ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോഴേക്ക് ആദർശ് പറഞ്ഞു, അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട, അമ്മ ധൈര്യമായിട്ട് പോയിക്കോ, എല്ലാം ശരിയാകുന്നേ. മുത്തശ്ശൻ്റെ കുറിച്ച് നിനക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാ, മുത്തശ്ശന് നല്ല മാറ്റമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതിങ്ങനെ നിനക്കറിയാം? അല്ല ഞാനതും കൂടെ പറയുകയോ ചെയ്തേന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം കൂടെ സംസാരിച്ചിട്ടാണ് അവരും കൂടെ പോകുന്നത്. പോകുന്ന സമയത്തും ദേവേനി തൻ്റെ വിഷമങ്ങളൊക്കെ ജയനോട് പറയുന്നുണ്ടായിരുന്നു. നായനമോള് പ്രഗ്നൻ്റ് ആണ്, അവൾക്ക് നല്ലൊരു ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റുന്നില്ല, അവൾ ഇവിടെ ആയതുകൊണ്ട്. ജയൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നീ കുറച്ച് ദിവസം അവിടെ നിന്നോളാൻ മേലായിരുന്നോ? അത് വേണ്ട ജയേട്ടാ, അച്ഛൻ എത്രയും പെട്ടെന്ന് മനമാറ്റം ഉണ്ടാവാനായിട്ട് ഞാൻ മനം ഇനി പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അവരും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ആദർശനോട് നയന പറഞ്ഞു, പാവം അമ്മയും അച്ഛനും ഒക്കെ അവർക്ക് നല്ല സങ്കടമുണ്ട്, സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ ഞാൻ വിചാരിച്ച. പിന്നെ മുത്തശ്ശന് നമ്മളൊരു വാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, അവർക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ. ആദർശ് പറഞ്ഞു, വേഗോളം വരുമ്പോൾ ഇരിക്കാമെങ്കിൽ പിന്നെ 6 ഓളം ഇരുന്നാൽ എന്താ, ഇന്നിനിപ്പോൾ ഒരു ദിവസം അവിടെ കഴിഞ്ഞാൽ മതിയല്ലോ, നാളെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ അവർ ആ സന്തോഷത്തിലായിരുന്നു. ഈ സമയത്ത് മുത്തശ്ശൻ അനിയുടെ അടുത്തേക്ക് ചെന്നു. അനിയുടെ അടുത്ത് എന്നിട്ട് എൻഗേജ്മെന്റിനെ കുറിച്ചൊക്കെ പറയണം. നാളെ ഒരു പൂജയുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന ഞായറാഴ്ച നിന്റെ അവന്തികയുടെ എൻഗേജ്മെന്റ്. അപ്പോഴേക്കും അനി പറഞ്ഞു, മുത്തശ്ശൻ അറിയാലോ, ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നൊരു ബന്ധമല്ലത്, എനിക്കത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇത് നടത്താതിരിക്കാൻ പറ്റില്ല, നടത്തുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എനിക്ക് ആകപ്പാടെ വിഷമമായി. എന്തു വന്നാലും ശരി, തല പോയാലും ശരി, താൻ ഈ ബന്ധത്തിന് സമ്മതിക്കില്ലെന്ന് അരി തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ അനി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു, ഇനിയിപ്പോൾ പ്രശ്നമാവോ? എന്തിന്? അല്ല, അവനിനി സമ്മതിച്ചില്ലെങ്കിൽ ആ കൃത്യസമയത്ത്, അവൻ എൻ്റെ കൊച്ചുമോനല്ലേ, അവൻ എവിടെ സമ്മതിക്കാതെ പോവാനായിട്ടാ. ആ സമയം മുറിയിൽ പോയിരുന്ന് മനോരിക ആലോചിക്കുകയാണ് അനി, എന്താ ഒരു പോംവഴി, എങ്ങനെ ഇതിനകത്തൊന്നും രക്ഷപ്പെടാൻ പറ്റും. ഒടുവിൽ നന്ദുവിനെ വിളിച്ചു. നന്ദുവിനെ 1 വിളിച്ചു, 2 വിളിച്ചു. നന്ദുവിനാണെങ്കിൽ കോൾ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, എന്തിനായിരിക്കും അനി വിളിക്കണമെന്ന് അറിയത്തില്ല. ഒടുവിൽ കോൾ എടുത്തു കഴിഞ്ഞപ്പോൾ അനി നന്ദുവിനോട് പറഞ്ഞു, നന്ദു നീ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കുക ഇതിനകത്തൊന്ന്. എന്ത്? അവന്തികയായിട്ടുള്ള എൻഗേജ്മെന്റ് മുടക്കാനായിട്ട് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാട്ടെ, ഞാൻ നോക്കിയിട്ട് അത് മാത്രമേ കാണുന്നുള്ളൂ, എങ്ങനെയെങ്കിലും മുടക്കാനായിട്ട്. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാ അനി, അവർ പറഞ്ഞ തീരുമാനം, അതിന് നീ എതിർത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് എത്ര വലുതായിരിക്കും എന്നറിയാവോ? അതൊന്നും സാരമില്ല, എങ്ങനെയെങ്കിലും മുടക്കാൻ നീ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരാൻ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ നന്ദു അനിയും കൂടെ ചേർന്നിട്ട് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. കാരണം ഈ പറയുന്ന നന്ദുവിന് തോന്നി അവൻ്റെക്ക് നാഗേന്ദ്രനുമായിട്ട് എന്തെങ്കിലും കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊരു സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടുപിടിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഈ കല്യാണം മുടക്കാനായിട്ട് പറ്റും. അങ്ങനെ തൻ്റെ മനസ്സിലുള്ള ആശയം അനിയുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അനിക്കും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ പിറ്റേ ദിവസം പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുവാണ്. അങ്ങനെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ദേവേനി പോയി മുത്തശ്ശിയോട് പറഞ്ഞു, അമ്മേ നായനിമോട് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം അതിഗംഭീരമായിട്ട് തന്നെ നടന്നേരെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കുമാണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നത്. നവ്യയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു, മോളെ വാ വന്നേ കൂടാനൊക്കെ പറയണം. അപ്പോഴേക്കും നവ്യ വെച്ച്, ഇതെന്തിനും ഉള്ള പൂജ? അതെ, നിങ്ങളുടെ മുത്തശ്ശൻ നടത്തുന്ന സർവൈശ്വര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ മൂർത്തി ജ്വല്ലറിക്ക് ഉയർച്ചയല്ലേ ഉണ്ടായിക്കൊണ്ടിരിക്കണേ. ഓ അതുകൊണ്ടായിരിക്കില്ലേ? അതെ, എനിക്ക് എന്താണ് ഈ പൂജയിൽ അത്ര പങ്കെടുക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു.
കാരണം ഇവരെ എങ്ങനെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാനായിട്ടാണ് നവ്യയുടെ ഉദ്ദേശം. ഒരിക്കലും താൻ ഇവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുള്ള കാര്യം തൽക്കാലത്തേക്ക് ഇവർ അറിയാൻ പാടില്ല എന്നൊക്കെയൊരു ചിന്തയായിരുന്നു നവ്യയുടെ മനസ്സിലും. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.